അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് CNC ലേത്തിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CNC മില്ലിങ്ങിനെ പറ്റിയാണ്. അതിന് മുൻപായിട്ടൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ന് എല്ലാ കമ്പനികളും CNC മെഷീൻ ഉപയോഗിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തായിരിക്കും കാരണം? അതിൻ്റെ 3 പ്രധാനപ്പെട്ട കാരണങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. 1, ലെസ് മാൻ പവർ, ഹയർ പ്രൊഡക്ഷൻ. കുറഞ്ഞ മനുഷ്യ വിഭവം കൊണ്ട് കൂടുതൽ ഉൽപ്പാദനം. ഇന്നത്തെ കമ്പനികളുടെ തത്വം തന്നെ അതുതന്നെയാണ്. അതുമാത്രമല്ല, എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ അടുത്ത രണ്ടാമത്തെ കാര്യം നമുക്ക് കിട്ടും, ആക്യുറസി ഓർ പ്രിസിഷൻ. ഹ്യൂജ് പ്രിസിഷൻ, അതായത് ഹയർ ആക്യുറസി, ഹയർ പ്രിസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. കൃത്യത, നമ്മളൊരു നോർമൽ കൺവെൻഷണൽ മെഷീനുമായിട്ട് വെച്ച് ചെയ്യുക, അതായത് പ്രോഗ്രാം ചെയ്ത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം കൃത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അളവുകൾ ചെറിയൊരു എറർ മതി, അത് മൊത്തം മാറും, അതിൻ്റെ അളവുകൾ കൃത്യമാവില്ല. അവിടെയാണ് CNC മെഷീൻ്റെ ഉപയോഗം. CNC മെഷീൻ്റെ അളവുകളെല്ലാം കൃത്യമായിരിക്കും. നമ്മൾ ആ പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്ന ഏത് വാല്യൂ ആണോ ആ വാല്യൂവിൽ തന്നെ നമുക്കത് കിട്ടും. മൂന്നാമത്തേത് റിപ്പീറ്റബിലിറ്റി. ഇപ്പോൾ നമ്മൾ വൺസ് ഒരു പ്രോഗ്രാം ചെയ്തു, ആ പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് എത്ര പ്രോഡക്റ്റ്സ് വേണമെങ്കിലും നിർമ്മിക്കാം. അതേ രീതിയിലുള്ള, ഇപ്പോൾ തന്നെ വലിയ വലിയ കമ്പനികളിലൊക്കെ ഒരു ഡൈ ഉണ്ടാക്കിയിട്ട് എത്രയോ ബോട്ടിൽസാണ് അവർ നിർമ്മിക്കുന്നത്. 2000-വും 20,000 ഒന്നുമല്ല, 2 ലക്ഷമോ ഒന്നുമല്ല, അതിൽ കൂടുതൽ ബോട്ടിൽസ് അവരുണ്ടാക്കുന്നു. അവിടെയാണ് CNC മെഷീൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിലുള്ള 90% കമ്പനികളും CNC മെഷീനാണ് അവർ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് CNC മില്ലിംഗ് എന്നാണ്. നോക്കാം. CNC മില്ലിംഗ്. CNC മില്ലിങ്ങിന് ടെക്നിക്കലായിട്ട് കമ്പനികളിൽ പറയുന്നത് മെഷീനിങ് സെൻറ്റർ, അതായത് കമ്പനികളിൽ അവർ പറയുന്നത് മെഷീനിങ് സെൻറ്റർ എന്നാണ്. നമ്മൾ ലേത്തിന് പറയുന്നത് ടർണിങ് സെൻറ്റർ എന്നാണ്, മില്ലിങ്ങിന് പറയുന്നത് മെഷീനിങ് സെൻറ്റർ. ഈ മെഷീനിങ് സെൻറ്റർ ലെയ്ത്തിനെ പോലെ തന്നെ ആക്സിസുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഇതിനകത്ത് 3 ആക്സിസ് മിനിമം വേണം. അതായത് X, Y, Z. ഒരു നോർമൽ 3 ആക്സിസ് മില്ലി മെഷീനകത്ത് X, Y, Z ആക്സിസിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഇപ്പോൾ 4th ആക്സിസ് ഒക്കെ വരുമ്പോൾ B ആക്സിസ് ഒക്കെ വരുന്നുണ്ട്, 5th ആക്സിസ് മെഷീൻ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും മിനിമം ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമുക്ക് 3 ആക്സിസ് ആവശ്യമുണ്ട്. X, Y, Z ആക്സിസ്. ഇതിൽ കൃത്യമായ വാല്യൂകൾ നൽകിയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മില്ലി മെഷീൻ തന്നെ 2 തരത്തിലുണ്ട്. അത് അതിൻ്റെ മെഷീനിങ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് VMC, HMC. അതായത് വെർട്ടിക്കൽ മെഷീനിങ് സെൻറ്റർ, ഹൊറിസോണ്ടൽ മെഷീനിങ് സെൻറ്റർ. ഭൂരിഭാഗം കമ്പനികളിലും VMC ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു 90% കമ്പനികളിലും VMC മെഷീനാണുള്ളത്. HMC ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് കമ്പനികളിൽ മാത്രമേ ഉള്ളൂ. അത് ആ ഒരു സ്പെഷ്യൽ പർപ്പസ് യൂസേജ് ആണ് അതിനുള്ളത്. ചെറിയ ചെറിയ പ്രോഡക്ട്സ്, ചെറിയതൊന്നല്ല, വളരെ പ്രത്യേകതരമുള്ള പ്രോഡക്ട്സും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ HMC കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനാൽ അത് ഒരു സ്പെഷ്യൽ പർപ്പസ്, അതായത് ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് നമുക്ക് മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് VMCയിലേക്ക് കടക്കാം. VMCയെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ VMCയിലേക്ക് വരുമ്പോൾ VMCയുടെ ഒരു ബെഡും ഹെഡും, അതായത് അതിൻ്റെ ഒരു സ്പിൻഡിലും ബെഡും ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കൊരു ചെറിയൊരു ഫിഗറിലൂടെ നോക്കാം. ഇത് ഒരു മില്ലി മെഷീൻ്റെ ബെഡാണ്. ബെഡ്
BMCയുടെ ഒരു ബെഡാണിത്. ഇത് അതിൻ്റെ ഒരു ഹോൾഡർ ഒരു സ്പിൻഡിൽ എന്ന് തന്നെ പറയാം. ഇപ്പം ടൂളാണ് നോക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ആക്സിസ് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ബെഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ് ഇത് നമ്മൾ എക്സ് ആക്സിസിലായിരിക്കും എടുക്കുന്നത്. ഇത് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നു. അതായത് ഡൗൺ ടു അപ്പ് നമ്മുടെ ഡൗൺ ടു അപ്പ് മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ നേരെ വരുന്നതും നമ്മൾ അകന്നു പോകുന്നതും, അതായത് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് വൈ ആക്സിസിൽ എടുക്കാവുന്നതാണ്. വൈ ആക്സിസ്. അതായത് പിന്നെ വരുന്ന ടൂള് മേളിൽ നിന്ന് താഴോട്ടുള്ള അപ്പ് ഡൗൺ മൂവ്മെൻറ്റ്, ടൂളിൻ്റെ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് നമുക്കൊരു ഇസഡ് ആക്സിസിലും പരിഗണിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു 3 തരം ആക്സിസിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിനകത്തൊരു ജസ്റ്റ് ഒരു ഗ്രാഫിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഒറിജിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എക്സ് പ്ലസ്, എക്സ് മൈനസ്, വൈ പ്ലസ്, വൈ മൈനസ് ഇതായിരിക്കും ഗ്രാഫ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇസഡ് പ്ലസ്, ഇസഡ് മൈനസ്, ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതിനകത്തും വാല്യൂ കൊടുക്കുന്നത്. ഇതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതായത് നമ്മൾ മില്ലിംഗ് പ്രോഗ്രാം ചെയ്യുന്നത് എക്സ് പ്ലസ് എക്സ് മൈനസ്, വൈ പ്ലസ് വൈ മൈനസ്, ഇസഡ് പ്ലസ് ഇസഡ് മൈനസ് ഇതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു ചെറിയൊരു ബ്ലോക്ക്, ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു ബ്ലോക്കിൻ്റെ നമുക്കൊരു ഫിഗർ ഐസോമെട്രിക് വ്യൂവിൽ വരച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഇപ്പോൾ വരച്ച ഡ്രോയിങ്ങിൻ്റെ ഐസോമെട്രിക് വ്യൂ. നമുക്ക് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഇനി അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ നോക്കാം. നമ്മൾ സൈഡ് വ്യൂ നോക്കിയാണ് ലെയ്ത്തിൻ്റെ പ്രോഗ്രാം ചെയ്തതെങ്കിൽ ടോപ്പ് വ്യൂ നോക്കിയായിരിക്കും മില്ലിങ്ങിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് ഒറിജിനായിട്ട് എടുക്കുകയെന്ന് വെച്ചു. ഇതിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് നമ്മൾ ഒറിജിൻ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റിലേക്ക് വരുന്നത് എക്സ് പ്ലസ്, ലെഫ്റ്റിലേക്ക് വരുന്നത് എക്സ് മൈനസ്, ടോപ്പിലേക്ക് പോകുമ്പോൾ വൈ പ്ലസ്, ബോട്ടമിലേക്ക് വരുമ്പോൾ വൈ മൈനസ്. ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കുക, ലെയ്ത്തിനകത്ത് നമ്മളിപ്പം ആ വർക്ക് പീസിൻ്റെ ഒരു എൻഡിലായിരുന്നു ഒറിജിൻ എടുത്തതെങ്കിൽ നോർമലി ഒരു 80% വരുന്ന വർക്കുകളിലെല്ലാം നമ്മൾ സെൻറ്റർ പോയിന്റിലായിരിക്കും മില്ലിങ്ങിൽ ഒറിജിൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളൊരു അതിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ആണെങ്കിലും നമുക്ക് ഒരു പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ഇപ്പോൾ ഇവിടുന്ന് എടുക്കാം, ഇതൊരു ഫസ്റ്റ് പോയിൻ്റായിട്ട് എടുക്കും, ഇതൊരു സെക്കൻഡ് പോയിൻ്റായിട്ട് എടുക്കും, ഇതൊരു തേർഡ് പോയിൻ്റായിട്ട് എടുക്കും, ഇതൊരു ഫോർത്ത് പോയിൻ്റായിട്ട് എടുക്കും, ഇതൊരു ഫിഫ്ത്ത് പോയിൻ്റായിട്ട് എടുക്കും, ഇത് സിക്സ്ത് പോയിൻ്റായിട്ട് എടുത്തിട്ട് ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ ഏതായാലും ഒരു സൈക്കിൾ പ്രോസസ്സ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തേക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പോയിന്റ്സ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോയിന്റ്സ് എടുക്കുന്നത്. ഇപ്പം നോർമലി തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊരു ബ്ലോക്കാണ് നോക്കാം, ഒരു SS-ൻ്റെയോ MS-ൻ്റെ ഒരു ബ്ലോക്കാണ്. ഇതൊരു എൻഡ് മില്ല് കട്ടർ വെച്ച് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഒറിജിൻ എടുത്തിട്ട് അവിടെ നിന്ന് ടൂൾ പൊക്കി നമ്മൾ ഇനി കൊണ്ടുവന്ന് ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് ഫസ്റ്റ് പോയിന്റ് നമ്മളിവിടെ എടുത്തിട്ട്
ഇവിടെ ഇത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ടൂൾ വന്നു. പിന്നെ നമുക്ക് അവിടെ നമ്മൾ ഈ ടൂൾ ഇങ്ങനെ താഴോട്ട് ഓടിച്ചുകൊണ്ട് വരിക. ഓടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഈ സെക്കൻഡ് പോയിന്റിൽ നമ്മുടെ ടൂള് കൊണ്ടുവന്ന് കട്ട് ചെയ്തു. സെക്കൻഡ് പോയിന്റ് നമ്മൾ കട്ട് ചെയ്തു. അപ്പം ഈ ഒരു സൈഡ് കട്ടായി. ഇനി അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ അന്നേരം ഇങ്ങോട്ട് ടൂൾ ഒടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ തേർഡ് പോയിന്റ് നമ്മൾ കട്ട് ചെയ്യുന്നു. നമ്മൾ മുൻപോട്ട് പോകുന്നു, മാപ്പോട്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ ഫോർത്ത് പോയിന്റിലേക്ക് നമ്മളെത്തി. അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വന്ന് നമ്മൾ അഞ്ചാമത്തെ പോയിന്റിൽ എത്തി. അപ്പോൾ നമ്മൾ ആറാമത്തെ പോയിന്റ് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ലേ ഓടിച്ചു പോയത്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായും താഴോട്ടിറക്കി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തുമ്പോഴാണ് നമ്മൾ ആറാമത്തെ പോയിന്റ് എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ 6 പോയിന്റ്സ് എടുത്ത് നമുക്കൊരു കുറച്ച് വാല്യൂ കൊടുത്ത് നമുക്ക് ഈ പോയിന്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, വലിയ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒന്നുമില്ല, വളരെ എളുപ്പമാണ്, നമുക്കിത് ചെയ്യാം. നമുക്കൊരു ഡ്രോയിങ്ങിലൂടെ നോക്കാം. ഇതൊരു 100 കൊടുക്കാം നമുക്ക്. ഇതൊരു 60. അപ്പോൾ നമുക്കിതിനെ നമുക്ക് 4 ക്വാഡ്രൻ്റായിട്ട് തിരിക്കാം. ഇത് നമ്മുടെ ഒറിജിൻ. ഇവിടെ നമ്മുടെ എക്സ് പ്ലസ്, ഇത് എക്സ് മൈനസ്, ഇത് വൈ മൈനസ്, ഇത് വൈ പ്ലസ്. അപ്പം ഫസ്റ്റ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് തന്നെ ഇങ്ങോട്ട് 50യും ഇങ്ങോട്ട് 50യുമാണുള്ളത്. ഇത് പോസിറ്റീവ് സൈഡ് 50, ഇത് മൈനസ് സൈഡ് 50. വൈയുടെ നോക്കുമ്പോൾ ഇവിടെ ഒരു 30യും ഇവിടെ ഒരു 30 ആണുള്ളത്. ഇത് പോസിറ്റീവ് സൈഡ്, ഇത് മൈനസ് സൈഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് എടുക്കാം. P1 നോക്കി, ഇത് എക്സ് ആക്സിസ് ആണെന്ന് അറിയാമല്ലോ. എക്സിൻ്റെ വാല്യൂ എന്തുവാ? എക്സിൻ്റെ വാല്യൂ മൈനസ് സൈഡ് 50. അപ്പോൾ P1 ആകുമ്പോൾ എക്സ് മൈനസ് 50. അപ്പോൾ നമ്മൾ നോക്കി ഇവിടെ വന്നു. വൈയുടെ വാല്യൂ ഇങ്ങോട്ട് 30, ഇങ്ങോട്ട് 30. അപ്പോൾ ഇവിടെ 0 ആവുമല്ലോ. എക്സിൻ്റെ വാല്യൂ ഇവിടെ 0 ആവുമെങ്കിൽ വൈയുടെ വാല്യൂ ഇവിടെ 0 വരുമല്ലോ. അപ്പോൾ y0. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 50 y0. വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ചിലപ്പോൾ ചിലർ ഇവിടെ നിന്ന് എടുത്തു തുടങ്ങും, ചിലർ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ എവിടെ നിന്ന് എടുത്താലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏത് പോയിന്റിലായാലും അവിടെ തന്നെ എൻഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഓർത്തിരിക്കുക. നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് വരാം. P2 വരുമ്പോൾ എക്സിൻ്റെ വാല്യൂവിന് മാറ്റമുണ്ടോ? ഇല്ല. എക്സ് ഇപ്പോഴും -50 തന്നെയാണ്. കാരണം എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. എക്സ് വരുമ്പോൾ എക്സ് -50 തന്നെ വരുന്നു. വൈയുടെ വാല്യൂവിൽ മാറ്റമുണ്ട്. വൈയുടെ വാല്യൂ എവിടെ? വൈ നമ്മൾ ഈ സെൻറ്റർ ലൈൻ ആണ് നമ്മൾ പരിഗണിക്കുന്നത്, താഴോട്ട് വരുന്നു. അപ്പോൾ ഒരു 30ൻ്റെ ഒരു വ്യത്യാസമുണ്ട്. 30 താപ്പോട്ടാണ് വരുന്നത്, അത് മൈനസ് സൈഡിലാണ്. അപ്പോൾ വൈ -30. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എടുത്തു. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. മൂന്നാമത്തെ പോയിന്റിലോട്ട് വരുമ്പോൾ P3 എക്സ് 50. എക്സ് എവിടെ 50? പോസിറ്റീവ് സൈഡിലാണ് 50. എന്തുകൊണ്ടാണ് എക്സ് പോസിറ്റീവ് സൈഡിൽ? റൈറ്റ് സൈഡിലേക്ക് പോയി. ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിൽ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഗ്രാഫ് ഓർക്കുക, അത്രേ ഉള്ളൂ. റൈറ്റ് സൈഡിലേക്ക് പോയി, അതുകൊണ്ട് എക്സ് 50 ആയി. വൈ താഴെ തന്നെയാണ്, അതുകൊണ്ട് വൈ -30. ഇനി നമ്മൾ നാലാമത്തെ പോയിന്റ്, അതായത് ഈ പോയിന്റിലേക്ക് പോവുകയാണ്. നാലാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. P4 വരുമ്പോൾ
x50 തന്നെ. x50 തന്നെ ആണെന്നല്ലോ, എല്ലാവർക്കും സംശയമൊന്നുമില്ലല്ലോ ആർക്കും. x50, y30. y പോസിറ്റീവ് സൈഡിലാണ് 30. എന്തുകൊണ്ടാണ്? ഗ്രാഫിൻ്റെ മുകളിലേക്ക് പോയി. ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ -30, ഇവിടെ +30. അത്രേ ഉള്ളൂ വൈയുടെ വാല്യൂ വരുമ്പോൾ. ഇനി P5, അതായത് 5ാമത്തെ പോയിന്റ്. P5ൽ എച്ചിൻ്റെ വാല്യൂ നമ്മൾ നോക്കുന്നത്. P5 തന്നെ ഇവിടെ വരുന്നു. x50 തന്നെ, പക്ഷേ ഇവിടെ മൈനസ് സൈഡിലേക്ക് മാറി. x മൈനസ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ -50, x -50, y പ്ലസ് തന്നെയാണ്, മേളിൽ തന്നെയാണ്, y പ്ലസ് തന്നെയാണ്, y30. ഇനി P6 വരുമ്പോൾ വീണ്ടും x -50 തന്നെ, y0, x -50, y0. അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ആ ഒരു പോയിന്റ് തന്നെ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റി. ഇങ്ങനെയാണ് നമ്മൾ മില്ലിങ്ങിന് പോയിന്റ്സ് എടുക്കുന്നത്. ഇതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് മില്ലിങ് വലിയ പാടൊന്നുമില്ല, വളരെ ഈസിയാണ്. ഗ്രാഫിന് ഒരു ബേസ് ഉണ്ടായിരുന്നാൽ കുറച്ച് ഐഡിയാസും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നന്ദി, നമസ്കാരം. வணக்கம், என் பேர் பத்மநாபன். ஐ எம் த ஃபவுண்டர் ஆஃப் ஸ்ரீ விநாயகா சிஎன்சி அண்ட் ரொபோட்டிக் டெக்னாலஜிஸ். பாஸ்ட் 15 இயர்ஸாக நாங்கள் இந்த இன்ஸ்டியூஷனை ரன் பண்ணிட்டு இருக்கோம். ஒருவேளை எங்ககிட்ட வந்து பார்த்தீங்க அப்படின்னா பர் இயருக்கு மோர் தென் 1000 பீப்புள்ஸை நாங்கள் ட்ரெயின் பண்ணுறோம். சிஎன்சி ப்ரோக்ராமிங் நாங்கள் ட்ரெயின் பண்ணி டிஃப்ரெண்ட் எம்என்சி கம்பெனிஸ் ஓகே த்ரூ அவுட் இந்தியாவில் பார்த்தீங்க அப்படின்னா எங்கள் ஸ்டூடெண்ட்ஸ் வந்து பார்த்தீங்கன்னா நிறைய எம்என்சி கம்பெனிஸில் வெல் ஸ்கில்டு ப்ரோக்ராமராக இருக்காங்க. ஓகே, அண்ட் தென் இப்போ இந்த லெவலில் வந்து பார்த்தீங்க அப்படின்னா நாங்கள் என்னென்ன ட்ரைனிங் எடுக்கிறோம் பார்த்தீங்க அப்படின்னா சிஎன்சி லேத் மிஷின்ஸ் அண்ட் மில்லிங் மிஷின்ஸ் ட்ரைனிங் எடுக்கிறோம். இதில் 3 லெவல் ட்ரைனிங் எடுக்கிறோம். என்னெல்லாம் 3 லெவல் ட்ரைனிங் அப்படின்னா ஃபர்ஸ்ட் லெவல் ஆப்ரேட்டிங் ட்ரைனிங். ஓகே, ஒரு ஆப்ரேட்டர் ஒரு மிஷின்ஸை வந்து பார்த்தீங்கன்னா எப்படி நம்ம ஆப்ரேட் பண்ணுறது அப்படின்றது. ஏன்னா நம்ம ஈஸியாக சொல்லலாம், சார் என்ன சார் ஆப்ரேட்டிங் தான் சார், என்ன சார் வைக்க போகிறோம் அவ்வளோதான். பட் மிஷின்ஸ்லாம் வந்து பார்த்தீங்க அப்படின்னா மோர் தென் 30 lakhs 35 lakhs வரைக்கும் இருக்கும் உங்கள் ஒரு மிஷினுடைய காஸ்ட். அந்த மிஷின்ஸை நம்ம எப்படி ஹேண்டில் பண்ணுறோம் அப்படின்றது தான் நமக்கு தெரியணும். ஃபர்ஸ்ட் எப்படி நம்ம ஒரு ஒர்க்கை வந்து பார்த்தீங்கன்னா ஒரு ஜாபை வந்து அதில் ஃபிக்ஸ் பண்ணுறோம், அதுக்கப்புறம் அது எப்படி நம்ம எடுக்கணும் அதை பற்றி அதை செக் பண்ணுறது எப்படின்றது ஃபர்ஸ்ட் லெவல் ஆப்ரேட்டர் ட்ரைனிங் கொடுக்குறோம். அண்ட் தென் செகண்ட் லெவல் செட்டர். எப்படி நம்ம அதில் ஒர்க் ஹோல்டிங் டிவைஸ், நம்ம இப்போ சப்போஸ் நீங்கள் லேத் மிஷின்ஸ் எடுத்தீங்க அப்படின்னா சக்கெல்லாம் இருக்கும், அந்த சக்கெல்லாம் நம்ம எப்படி ஃபிக்ஸ் பண்ணுறோம், அந்த சக்கை எப்படி நம்ம வந்து போரிங் பண்ணுறதை பற்றி சொல்லித்தரோம். அதுதான் வந்து செட்டிங். அண்ட் தென் தேர்ட் லெவல் ப்ரோக்ராமிங். இந்த ப்ரோக்ராமிங்கில் பார்த்தீங்கன்னா 2 லெவல் ப்ரோக்ராமிங் சொல்லித்தரோம். ஒன்று வந்து மேனுவல் ப்ரோக்ராமிங் அண்ட் தென் கேம்ப் ப்ரோக்ராமிங். மேனுவல் ப்ரோக்ராமிங் அப்படின்னா நம்மள மிஷின்ஸை மேனுவலாக டைப் பண்ணுறது இந்த மேனுவல் ப்ரோக்ராமிங் அப்படின்றது. நெக்ஸ்ட் லெவல் டிசைன் பண்ணிட்டு அந்த டிசைனை எப்படி நம்ம வந்து ப்ரோக்ராமிங்கை கன்வெர்ட் பண்ணுறது தான் கேம்ப் ப்ரோக்ராம், தட் இஸ் கம்ப்யூட்டர் எய்டட் மேனுஃபேக்சரிங் ப்ரோக்ராம். இந்த மாதிரி 2 லெவல் ட்ரைனிங் கொடுத்துட்டு இருக்கோம். ஆன்லைன் மிஷின் ப்ராக்டிக்கல். ஓகே, உங்களுக்கு தேவையான மிஷின் ப்ராக்டிக்கல் டைரக்டாக கம்பெனிஸ்க்கே கொண்டு போயிட்டு உங்களை மிஷின்ஸ்லேயே வந்து ப்ராக்டிக்கல் ட்ரைனிங் கொடுப்போம். அண்ட் தென் வில் பி கிவிங் பிளேஸ்மெண்ட். நீங்கள் ஒரு சிஎன்சி ப்ரோக்ராமிங் படிக்கிறீங்க நம்மகிட்ட அப்படின்னா நாங்களே வந்து பார்த்தீங்க அப்படின்னா உங்களுக்கு ஜாபும் அரேஞ்ச் பண்ணி தருவோம். அது மேக்ஸிமம் உங்கள் அக்கார்டிங் டு யுவர் ஸ்கில்ஸ், உங்கள் ஸ்கில்ஸ்க்கு ஏற்ற மாதிரி எம்என்சி கம்பெனி இது பண்ணுவோம், இல்லை வந்து இங்கே இருக்க மேக்ஸிமம் பிரைவேட் லிமிடெட் கம்பெனிஸும் நாங்கள் அரேஞ்ச் பண்ணி தரோம். ஓகே, அந்த எங்கள் கிட்ட வந்து பார்த்தீங்கன்னா ஹாஸ்டல் ஃபெசிலிட்டிஸும் இருக்குது. அவுட் ஸ்டேஷன் ஸ்டூடெண்ட்ஸ் வராங்க அப்படின்னா நாங்களே வந்து அக்காமடேஷனும் கொடுத்து வில் பி கிவிங் ட்ரைனிங். இது இல்லாமல் வந்து பார்த்தீங்க அப்படின்னா நெக்ஸ்ட் லெவல் உங்களுக்கு நீங்கள் அப்ராட்லாம் போகணும் அப்படின்னா கூட நாங்கள் அதுக்கு கைடும் பண்ணிட்டு இருக்கோம். ஏன்னா எங்கள் ஸ்டூடெண்ட்ஸ் நிறைய பேர் வந்து பார்த்தீங்க அப்படின்னா இன்னைக்கு வந்து வெல் செட்டில்டு சிஎன்சி ப்ரோக்ராமராக சிங்கப்பூர்லாம் ஒர்க் பண்ணிட்டு இருக்காங்க. ஸோ தட் உங்களுக்கு இந்த மாதிரி என்ன டீட்டெயில்ஸ் வேணும், சிஎன்சி ப்ரோக்ராமிங்கை பற்றி உங்களுக்கு டீட்டெயில்ஸ் வேணும் அப்படின்னு நீங்கள் ஆன்லைனில் கூட நீங்கள் சப்போஸ் இல்லை சார் என்னால் நீங்கள் வர முடியாது, நான் எனக்கு வந்து ஆன்லைன்லேயே நான் அப்ராடில் இருக்கேன், நான் ஆன்லைன்லேயே படிக்கிறேன், நாங்கள் ஆன்லைன்லேயே உங்களுக்கு வந்து கைட் பண்ணுறோம். உங்களுக்கு அது மாதிரி என்ன டீட்டெயில்ஸ் வேணும்னா கீழே இருக்கு பாருங்க எங்க நம்பர், அந்த நம்பருக்கு நீங்க கால் பண்ணுங்க, எங்க கவுன்சிலர் உங்களை கைட் பண்ணுவாங்க. ஓகே, தேங்க்யூ.